മത്സരിക്കാനായിട്ട് ചാണ്ടി ഉമ്മന് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കുമ്പോൾ തന്നെ മത്സരിക്കാവുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. അപ്പായുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? 2014 ഇവർ ചർച്ച കഴിഞ്ഞിട്ട് വന്നപ്പം സുധീരനും രമേശ് കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചാണ്ടിയുടെ പേര് വന്നായിരുന്നു കേട്ടോ എന്നിങ്ങനെ അവർ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല, അങ്ങ് വിട്ടു. 16 ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. 19 പിന്നെ വേണമെങ്കിൽ ചിലപ്പം ഞാനും ചിലപ്പോൾ ഒന്ന് പതറിക്കാണും. ലോക്സഭ വന്നപ്പോൾ എനിക്കൊന്ന് ആഗ്രഹം വന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ പിന്നെ അദ്ദേഹം ഒരു പോസിറ്റീവ് അപ്രോച്ച് എടുത്തില്ല. അപ്പം പറയുന്ന ഒന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, താല്പര്യമില്ല. അദ്ദേഹം അതിനൊരു അഭിപ്രായം പറഞ്ഞില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് വിഷമം കാണും അങ്ങനെ പറയാനായിട്ട്. തെറ്റ് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ആ പൊസിഷൻ നിൽക്കുമ്പോഴല്ലേ നമുക്ക് പറ്റത്തുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് മത്സര രംഗത്ത് വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ്. അനുഭവം എന്ന് പറയാം, ആദ്യമായിട്ടുള്ള ഒരു സ്വന്തം തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത്. അത് പക്ഷേ അദ്ദേഹം ഇല്ല എന്നുള്ളത് വലിയൊരു വേദനയും, അദ്ദേഹത്തിൻ്റെ മരണത്തിന് 40-നുള്ളിൽ തന്നെ നടത്തിയതിൻ്റെ ഒരു അത് വല്ലാത്തൊരു അത് മനഃപൂർവ്വം ചെയ്ത പോലെ ആയിപ്പോയതല്ലേ, സാധാരണ ഒരിക്കലും ആരും ചെയ്യാത്ത അതൊരു. പിന്നെ അതും നന്മയ്ക്കാണ്. കാരണം ഞാൻ ഇതും പറഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാതിരിക്കാം. അപ്പം ദൈവം ആഗ്രഹിച്ചു അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് ഫുള്ളി ആ ഒരു ആക്റ്റീവ് മോഡിലേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? ചില CPM-കാരുടെ പ്രസ്താവനകൾ വേദനിപ്പിച്ചു. മരണമായിട്ട് അത് മരിച്ചു കഴിഞ്ഞൊരു ആളെ അദ്ദേഹത്തിൻ്റെ ആ പള്ളി അയോധ്യയാക്കി മാറ്റുമെന്ന് ഒരാൾ പറഞ്ഞു. അടുത്ത ആൾ അദ്ദേഹം തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു മരണത്തിൽ പോലും വിശുദ്ധനാകത്തില്ല എന്ന്. അതൊക്കെ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ പിന്നെ വിവാഹത്തിലേക്ക് വലിച്ചേക്കേണ്ട എന്നുള്ളതൊരു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അവരുടെ ഇഷ്ടമല്ല, അവർ ഇത്ര നാൾ ചെയ്തു ഇനി തുടരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു.